പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഒരു തരത്തിലും പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ പാകിസ്ഥാനിലേക്കും കയറ്റുമതിയും ഇറക്കുമതിയും ചെയ്യുന്നില്ല. എന്നാലും മൂന്നാം രാജ്യങ്ങൾ വഴി, അതായത് ദുബായ് വഴിയോ അബുദാബി വഴിയേക്കോ പലതരത്തിലെ പാകിസ്ഥാൻ സാധനങ്ങൾ ഇന്ത്യയിൽ എത്തിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇന്ത്യ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ഓരോ തുറമുഖങ്ങളിലും വരുന്ന കണ്ടെയ്നറുകളിലൊക്കെ തന്നെ കൃത്യമായ പരിശോധന നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് ഇത്തരത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഈന്തപ്പഴം അത് ദുബായ് അബുദാബി വഴി ഗുജറാത്തിൽ എത്തിയത്. പക്ഷേ കൃത്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ ഉദ്യോഗസ്ഥർ അത് സീസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും പാകിസ്ഥാൻ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾ മൂന്നാം രാജ്യങ്ങൾ വഴി വാങ്ങിച്ചു കൂട്ടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇത്രയും കൃത്യമായിട്ട് വളരെ കർശനമായി തന്നെ ഇന്ത്യ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ പാകിസ്ഥാനിൽ നിന്നുള്ള പലതരത്തിലുള്ള ക്രീമുകൾ കേരളത്തിലടക്കം വിപണികളിൽ സജീവമാണ് എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. പാകിസ്ഥാൻ നിർമ്മിത ബ്യൂട്ടി ക്രീമുകൾ കേരളത്തിൽ വിൽപ്പനയ്ക്കെത്തിയ സംഭവത്തിൽ ഇപ്പോൾ കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം തുടങ്ങിയിരിക്കുകയാണ്. ഫൈസ്, ഗോറി തുടങ്ങിയ ക്രീമുകളാണ് കേരളത്തിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് പാകിസ്ഥാൻ ക്രീമുകൾ പിടിച്ചെടുത്തിരിക്കുന്നത്. വിപണിയിൽ വിറ്റഴിയുന്ന സൗന്ദര്യവർദ്ധക ക്രീമുകളിൽ അനുവദനീയമായ അളവിലും ആയിരക്കണക്കിന് മടങ്ങ് വിഷാംശവും കണ്ടെത്തിയിട്ടുണ്ട്. അതായത് സാധാരണ ഒരു ക്രീം പാകിസ്ഥാനിൽ നിന്നുള്ളത് ഇവിടെ കണ്ടെത്തുക മാത്രമല്ല, അതിൽ വളരെ വലിയ അളവിൽ വിഷാംശവും അടങ്ങിയിട്ടുണ്ട് എന്നുള്ള വളരെ ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരിക്കുന്നത്. അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിൽ നിർമ്മിച്ച് ഗൾഫ് രാജ്യങ്ങൾ വഴി നിയമവിരുദ്ധമായി കേരളത്തിലേക്ക് കടത്തുന്ന ഫൈസ, ഗോറി എന്നീ പാക് ബ്യൂട്ടി ക്രീമുകളുടെ വരവ് വിതരണ ശൃംഖലയുമാണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ നിരീക്ഷിക്കുന്നത്. വിഷവസ്തുക്കൾ അടങ്ങിയ ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്ത് വൻതോതിൽ പ്രചരിപ്പിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ദേശവിരുദ്ധ നീക്കങ്ങളുടെ ഭാഗമാണോ എന്ന കാര്യവും അന്വേഷണ സംഘം പരിശോധിക്കും. ഫൈസയും ഗോറിയും ഗൾഫ് രാജ്യങ്ങളിൽ എത്തിച്ച ശേഷം അനധികൃത മാർഗങ്ങളിലൂടെ കേരളത്തിലേക്ക് എത്തിക്കുന്നതായാണ് വിവരം. സംസ്ഥാന ഡ്രഗ് കൺട്രോൾ വിഭാഗമാണ് ഇപ്പോൾ പരിശോധന നടത്തിയും അതിന്റെ സാമ്പിൾ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മെർക്കുറിയുടെ സാന്നിധ്യം വൻതോതിൽ ഈ ക്രീമുകളിൽ കണ്ടെത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഒരു ഫേസ് ക്രീമുകളിൽ 1 ppm, അതായത് പാർട്സ് പെർ മില്യൺ മെർക്കുറി മാത്രമാണ് നിയമപരമായിട്ട് അനുവദനീയം. എന്നാൽ കേരളത്തിൽ പിടിച്ചെടുത്തിട്ടുള്ള ഈ ഫൈസ, ഗോറി ക്രീമുകളിൽ 20,000 ppm വരെ എന്ന ഭയാനകമായ അളവിലാണ് മെർക്കുറി കണ്ടെത്തിയിരിക്കുന്നത്. അതായത് 1 ppm അളവിൽ സാധാരണ ഒരു ഫേസ് ക്രീമുകളിൽ ഉണ്ടാകുന്ന മെർക്കുറിയുടെ അളവിനേക്കാൾ 20,000 അത്രയും വലിയൊരു അളവിലുള്ള മെർക്കുറിയാണ് ഈ ക്രീമുകളിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്കത് എത്രത്തോളം അപകടകരമാണ് എന്നുള്ളതിന്റെ ഒരു ഗൗരവം നമുക്ക് മനസ്സിലാകും. അത്യാധികം അപകടകരമായ ഈ വിഷാംശം ചർമ്മത്തിലൂടെ ശരീരത്തിനുള്ളിലെത്തിയാൽ കരൾ, വൃക്ക എന്നീ സുപ്രധാന അവയവങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും തകരാറിലാകും. പാകിസ്ഥാനിലെ ലാഹോറിൽ നിർമ്മിക്കുന്ന ഗോറി ഡേ ആൻഡ് നൈറ്റ്, ഗുജറാൻവാലയിൽ പുനിയ ബ്രദേഴ്സ് നിർമ്മിക്കുന്ന ഫൈസ എന്നീ ബ്യൂട്ടി ക്രീമുകൾക്ക് പല വിദേശ രാജ്യങ്ങളിലും നിർമ്മാണ നിരോധനവുമുണ്ട്. അത്യാധികം മെർക്കുറി അടങ്ങിയതിനാൽ 2019 പാകിസ്ഥാൻ സ്റ്റാൻഡേർഡ്സ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ അതോറിറ്റി ഫൈസ നിരോധിച്ചിരുന്നുവെങ്കിലും ഇവയുടെ അനധികൃത ഉൽപാദനവും കയറ്റുമതിയും തടസ്സമില്ലാതെ തുടരുകയായിരുന്നു. അടുത്തിടെ മഹാരാഷ്ട്രയിലും ഈ ഉൽപ്പന്നങ്ങൾ നിരോധിച്ചിരുന്നു. മനോഹരമായ പരസ്യങ്ങളിലൂടെയും മുഖം പെട്ടെന്ന് വെളുക്കുമെന്ന വ്യാജ വാഗ്ദാനങ്ങളിലൂടെയും സാധാരണക്കാരെ വലയിലാക്കിയാണ് ഈ ക്രീമുകൾ വിൽക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിൽ എത്തിച്ച ശേഷം ഔദ്യോഗിക പർച്ചേസ് ബില്ലുകളോ രേഖകളോ ഇല്ലാതെയാണ് അനധികൃത മാർഗങ്ങളിലൂടെ ഇവ കേരളത്തിലേക്ക് എത്തിക്കുന്നത്. മുഖം വെളുപ്പിക്കാനും തിളക്കം കൂട്ടാനും ഉപകരിക്കുമെന്ന് അവകാശപ്പെടുന്ന ക്രീം 50 ഗ്രാം വരുന്ന ഒരു ബോക്സിന് 400 മുതൽ 500 രൂപ വരെ ഈടാക്കിയാണ് അനധികൃത കേന്ദ്രങ്ങൾ വഴി ഇവിടുത്തെ വിപണിയിൽ ചില്ലറ വിൽപ്പന നടത്തുന്നത്. കേരളത്തിൽ എത്തിക്കുന്നതിനെ പറ്റിയും വിതരണ ശൃംഖലയെ പറ്റിയും അന്വേഷിക്കും. ഗൾഫ് രാജ്യങ്ങൾ വഴിയാണ് ക്രീമുകൾ അനധികൃതമായി കേരളത്തിൽ എത്തുന്നത് എന്നാണ് പ്രാഥമിക വിവരം. പ്രധാനമായും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഇവയുടെ വിൽപ്പന നടക്കുന്നത്. ചില ഇൻഫ്ലുവൻസർമാരെയും യൂട്യൂബർമാരെയും കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. കേരളത്തിൽ ക്രീമുകൾ എത്തുന്ന മാർഗം, വിതരണ ശൃംഖല എന്നിവയും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. സംസ്ഥാന ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് നടപ്പിലാക്കിയ ഓപ്പറേഷൻ സൗന്ദര്യ എന്ന ദൗത്യത്തിലൂടെയാണ് പാക് നിർമ്മിത വ്യാജ ക്രീമുകളുടെ പടുകൂറ്റൻ ശൃംഖല കുടുങ്ങിയത്.
ജൂലൈ അവസാനത്തോടെ 4 ഘട്ടങ്ങൾ പൂർത്തിയാക്കിയ പരിശോധനയിൽ ഏകദേശം 9.64 ലക്ഷം രൂപയുടെ വ്യാജ സൗന്ദര്യവർദ്ധക വസ്തുക്കളാണ് പിടിച്ചെടുത്തത്. തിരുവനന്തപുരം, എറണാകുളം ഡ്രഗ്സ് ടെസ്റ്റിംഗ് ലാബുകളിൽ നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് ക്രീമുകളിലെ വിഷസാന്നിധ്യം പുറത്തുവന്നത്. കൗമാരക്കാരിലും കുട്ടികളിലും ബ്യൂട്ടി ക്രീമുകളുടെ അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ വർദ്ധിച്ചതോടെയാണ് സംസ്ഥാന വ്യാപകമായി പരിശോധനകൾ കടുപ്പിച്ചത്. ഡ്രഗ്സ് ഇന്റലിജൻസ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ റെയ്ഡുകളിൽ ലിപ്സ്റ്റിക്, ബേബി പൗഡർ, ബേബി ഓയിൽ, സോപ്പ് തുടങ്ങിയ ഒട്ടേറെ ഉൽപ്പന്നങ്ങളുടെ സാമ്പിളുകളും ശേഖരിച്ചു. കോസ്മെറ്റിക്സ് റൂൾ 2020 പ്രകാരമുള്ള യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെ വിപണിയിൽ എത്തിച്ച ഉൽപ്പന്നങ്ങളാണ് ഇവയെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കി. പർച്ചേസ് ബില്ലുകളോ കൃത്യമായി ഇറക്കുമതി രേഖകളോ ഇല്ലാതെ കടത്തിക്കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങൾ കേരളത്തിലെ വിപണികളിൽ എത്തുന്നതിന് പിന്നിൽ വലിയ വിതരണ ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട്. ഈ വിതരണക്കാർക്ക് വിദേശ ബന്ധമുണ്ടോ എന്നും ക്രീമുകളുടെ വിൽപ്പനയിലൂടെ ലഭിക്കുന്ന പണം മറ്റ് അവിഹിത മാർഗങ്ങളിലേക്ക് ഉപയോഗിക്കുന്നുണ്ടോ എന്നതുമാണ് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ പ്രധാനമായും പരിശോധിക്കുന്നത്. ഗൾഫിൽ നിന്നാണ് ഇത് കേരളത്തിലേക്ക് വരുന്നത്. അനുവാദമില്ലാത്തതും വിഷമയവുമായ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ നിന്നും പൂർണ്ണമായി പിൻവലിക്കാൻ ഡ്രഗ്സ് കൺട്രോൾ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിനകം തന്നെ ഈ ക്രീമുകൾ വാങ്ങി ഉപയോഗിക്കുന്നവർ ഉടനടി അത് നിർത്തണമെന്നും കർശന മുന്നറിയിപ്പുണ്ട്. ഇവ ഉൽപ്പാദിപ്പിക്കുകയും അനധികൃതമായി എത്തിച്ച് വിതരണം ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെയും ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് പ്രകാരം കടുത്ത നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഡ്രഗ്സ് കൺട്രോൾ വിഭാഗം നടപ്പാക്കിയ ഓപ്പറേഷൻ സൗന്ദര്യയിലൂടെയാണ് ഈ ക്രീമുകളുടെ വിപണി സാന്നിധ്യം കണ്ടെത്തിയത്. 2023 മുതൽ നടക്കുന്ന ദൌത്യത്തിൽ 10 ലക്ഷത്തോളം രൂപയുടെ അനധികൃത വ്യാജ സൗന്ദര്യ വസ്തുക്കളും പിടിച്ചെടുത്തതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ചർമ്മത്തിൽ ഗുരുതരമായ പാടുകൾ, ആന്തരിക അവയവങ്ങളുടെ തകരാറുകൾ, മറ്റു മാരകമായ രോഗങ്ങൾ എന്നിവയ്ക്ക് കാരണമാകുന്ന പാക് നിർമ്മിത ക്രീമുകൾ ഒരു കാരണവശാലും പൊതുജനങ്ങൾ ഉപയോഗിക്കരുതെന്നും ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നു. അംഗീകൃത ലൈസൻസ് ഇല്ലാതെ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ വിപണനം തടയാൻ സംസ്ഥാനത്തുടനീളം റെയ്ഡുകൾ തുടരുകയാണ്. പൊതുജനങ്ങൾക്ക് സംശയാസ്പദമായ ഇത്തരം ബ്യൂട്ടി ക്രീമുകളെ കുറിച്ചോ മറ്റ് അനധികൃത കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളെ കുറിച്ചോ വിവരങ്ങൾ ലഭിച്ചാൽ ഡ്രഗ്സ് കൺട്രോൾ വകുപ്പിന്റെ ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പറായ 1800-425-3182 വഴി നേരിട്ട് പരാതിപ്പെടാവുന്നതാണ്. കഴിഞ്ഞ മാസം, അതായത് കൃത്യമായി പറഞ്ഞ ജൂലൈ 4-5 തീയതികളിലും ഇത്തരത്തിൽ ചർമ്മത്തിന് തിളക്കം നൽകുന്ന ക്രീമുകൾക്കെതിരെ മഹാരാഷ്ട്ര ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ആരോഗ്യ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതും പാകിസ്ഥാനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ വലിയ രീതിയിൽ വിറ്റഴിക്കുന്നത് കണ്ട് സംശയം തോന്നി നടത്തിയ പരിശോധനയിലാണ് ലബോറട്ടറി പരിശോധനകളിൽ അനുവദനീയമായ പരിധിക്ക് വളരെ കൂടുതലായി മെർക്കുറിയും ലെഡും അടങ്ങിയിട്ടുള്ള ഈ ഉൽപ്പന്നങ്ങൾ അവിടുത്തെ വിപണികളിൽ വിൽക്കുന്നുണ്ട് എന്ന് മനസ്സിലായത്. അതും ഗോറി ബ്യൂട്ടി ക്രീം എന്ന ഉൽപ്പന്നമാണ്. പാകിസ്ഥാൻ വംശജമാണെന്നും മഹാരാഷ്ട്ര ആരോഗ്യവകുപ്പ് കണ്ടെത്തുകയും അവിടെ നിന്നുള്ള ഇറക്കുമതി കേന്ദ്രം നിരോധിച്ചിട്ടും ഗോറി ക്രീം സംഭരിച്ച് വിറ്റുവെന്ന് ആരോപിച്ച് അവിടെയുള്ള ഒരു കടയുടമയ്ക്കെതിരെ മുംബൈ പോലീസ് ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു.